ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബാക്കി വരുന്ന ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്രെഡ് ക്രംസ് ഓവനൊന്നും യൂസ് ചെയ്യാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസ് നമ്മൾ കട്ട്ലറ്റോ നഗറ്റ്സോ അതുപോലെയുള്ള സ്നാക്സ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെഡ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തനിയെ തന്നെ ബ്രെഡ് ക്രംസ് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ബ്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള ഒരു 8 ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം ഇതൊന്ന് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. കൈ എടുക്കാതെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരേ കളറിലൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ എടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവാനായിട്ട് തുടങ്ങും. നമുക്ക് മൊത്തത്തിലൊരു 10 മുതൽ ഒരു 15 മിനിറ്റ് വരേക്കും ഇത് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും മുക്കാൽ ഭാഗത്തോളം ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തരികൾ മാത്രം ഒന്ന് സോഫ്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നവരേക്കും ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനൊരു 2 മിനിറ്റ് കൂടെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ഇപ്പം നമ്മുടെ ബ്രെഡ് പൊടി എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരേക്കും വേണം നമ്മളിതൊന്ന് വറുത്ത് എടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം നമ്മളിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടച്ച് സൂക്ഷിക്കാനായിട്ട്. നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുറത്ത് തന്നെ ഇത് വെച്ചിരിക്കാവുന്നതാണ്. 1 മാസം വരേക്കും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ബ്രെഡ് ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.